മൂന്നാമത്തെ മൊഡ്യൂളാണ് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്. ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹോട്ടലിനകത്ത് ഗസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക, ഫസ്റ്റ് ആ ഒരു ഹോട്ടലിനകത്ത് കോണ്ടാക്ട് ചെയ്യുന്ന പ്ലേസാണ് ഫ്രണ്ട് ഓഫീസ്. അവിടെയാണ് റൂം റിസർവേഷനും അതുപോലെ ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്നതൊക്കെ ആ ഒരു ഫ്രണ്ട് ഓഫീസിലാണ്. അതുപോലെ പിന്നെ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഫ്രണ്ട് ഓഫീസിനകത്ത്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഗസ്റ്റ് റൂം സെല്ല് ചെയ്യുക, അതുപോലെ ഗസ്റ്റുകളെ രജിസ്റ്റർ, അതായത് ഒരു ഗസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ID, ഫോൺ നമ്പർ, ഇതൊക്കെ എഴുതി വെക്കുക, ഗസ്റ്റിനെ അസൈൻ ചെയ്യുക, അതൊക്കെ ഫ്രണ്ട് ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഗസ്റ്റിന് സർവീസുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ ഗസ്റ്റിന് ആ ഹോട്ടലിനടുത്തുള്ള കമ്മ്യൂണിറ്റി, അവിടെയുള്ള അട്രാക്ഷൻ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഫ്രണ്ട് ഓഫീസ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ ടു മെയിൻറ്റെയിൻ ആക്യുറേറ്റ് റൂം സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ, റൂം കീ ഇൻവെൻട്രീസ്. മെയിൻ സ്യൂട്ട് റൂം ഉണ്ടാവും, കോമൺ റൂം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് കൊടുക്കുന്നത് ഫ്രണ്ട് ഓഫീസറാണ്. അതുപോലെ ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതും ഫ്രണ്ട് ഓഫീസ് മാനേജറാണ്. ചിലടത്ത് ലിക്വിഡ് ക്യാഷ് ഉണ്ടാവില്ല, അപ്പോൾ കാർഡ് പേയ്മെൻ്റ് ആവും. ചിലപ്പോൾ ഓയോ അല്ലെങ്കിൽ ട്രിവാങ്കോ ഇത്തരം ആപ്പിലൂടെ വന്നായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ, അതിൽ ഡിസ്കൗണ്ട് ചെയ്യാനൊക്കെ ഫ്രണ്ട് ഓഫീസർക്ക് കഴിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആണ് കംപ്ലയിൻറ്റ് ഹാൻഡ്ലിങ്. ഫ്രണ്ട് ഓഫീസർ മെയിനായിട്ടും 4 കംപ്ലയിൻറ്റ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. മെക്കാനിക്കൽ കംപ്ലയിൻറ്റ്, അതായത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല, ഫാൻ വർക്ക് ചെയ്യുന്നില്ല, AC വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനത്തരം മെക്കാനിക്കൽ കംപ്ലയിൻറ്റ് തീർക്കുന്നുണ്ട്. അതുപോലെ സ്റ്റാഫ് ആറ്റിറ്റ്യൂഡ്, അതിനകത്തുള്ള സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ വാച്ച്മാൻ ഉണ്ടാവും, കുക്ക് ഉണ്ടാവും, ഓഫീസ് അറ്റൻഡൻ്റ് ഉണ്ടാവും, റൂം ബോയ് ഉണ്ടാവും. ഇവർ തമ്മിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യണത്. അതുപോലെ സർവീസ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഹോട്ടലിൽ കിട്ടുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത നോയ്സൻസ്, ഇത്തരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതി, അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫ്രണ്ട് ഓഫീസ് മാനേജർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ അൺയൂഷ്വൽ മറ്റ് പ്രോബ്ലംസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജറാണ്. നെക്സ്റ്റ്, ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് വേണ്ട ക്വാളിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ, സെയിൽസ്മാൻ. ഒരു ഫ്രണ്ട് ഓഫീസർക്ക് ആ ഹോട്ടലിലുള്ള ഗസ്റ്റിനെ ഒരുപാട് ആ ഹോട്ടലിൽ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ഇനിയും അവിടെ വിസിറ്റ് ചെയ്യാനും, ഇനിയും അവിടെ ആ ഒരു റൂട്ടിൽ വരുമ്പോൾ ആ ഗസ്റ്റ് ആ ഒരു ഹോട്ടലിൽ നിൽക്കാനും വേണ്ടിയിട്ട് അവരെ നന്നായിട്ട് ഹോസ്പിറ്റാലിറ്റി കൊടുക്കുക, സെയിൽസ്മാൻ ആവുക. അപ്പോൾ സാധാരണ സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിൽ പോയാൽ ഡ്രസ്സ് വിൽക്കാൻ അല്ലേ, മാക്സിമം പറഞ്ഞ് നമ്മളെ കൊണ്ട് ഡ്രസ്സ് എടുപ്പിക്കും. അതുപോലെ ഒരു ഗസ്റ്റിന് മാക്സിമം മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ആ ഒരു ഹോട്ടല് ഇനി പ്രിഫർ ചെയ്യാനും ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാനൊക്കെ രീതിയിൽ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാം. 2, പ്രോബ്ലം സോൾവർ. ഒരു പ്രോബ്ലം സോൾവർ ആയിരിക്കണം. ഗസ്റ്റിന് വരുന്ന പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമിൽ അതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കണം. AC വർക്ക് ചെയ്യണില്ലെങ്കിൽ അത്, വെള്ളം വരുന്നില്ലെങ്കിൽ അത്, ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത്, അങ്ങനെ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കണം. നെക്സ്റ്റ്, റെഫറൻസ് പോയിന്റ്. അതായത് ഫ്രണ്ട് ഓഫീസർക്ക് ഗസ്റ്റിന് വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക. അതായത് അടുത്തുള്ള ടൂറിസം പ്ലേസസ്, ഇന്ന ഏരിയയിൽ കളിക്കുന്ന ഫിലിം ഏതാണ്, ടിക്കറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ്, ഇമേജ് ബിൽഡർ ആയിരിക്കണം. അതായത് ഒരു നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല പേഴ്സണൽ കണ്ടക്ട് ആൻഡ് എഫിഷ്യൻസി ഒക്കെ ഉണ്ടായിരിക്കണം. അതായത് ഹോസ്പിറ്റാലിറ്റിയാണ് മെയിനായിട്ട്. ഫ്രണ്ട് ഓഫീസിലുള്ള ആളുകൾ നന്നായിട്ട് നല്ല രീതിയിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ഇമേജ്, നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കണം. നെക്സ്റ്റ്, എ ഹൈ സെൻസ് ഓഫ് പേഴ്സണൽ ഗ്രൂമിങ് മീൻസ് നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ധരിക്കണം, മുടിയൊക്കെ നല്ല രീതിയിൽ ചീകി വെക്കുക. അതുപോലെ ലേഡീസ് ആണെങ്കിൽ ഹെയറൊക്കെ മുകളിലേക്ക് ബൺ ചെയ്ത് വെക്കുക, വരുമ്പോൾ അത് മുകളിൽ കെട്ടി വെക്കുക. പിന്നെ നഖമൊക്കെ നല്ല രീതിയിൽ വെട്ടി ഒതുക്കുക. ജ്വല്ലറി ആണെങ്കിൽ ഇപ്പോൾ ഒരു നെക്ലസ്, ഒരു റിങ്, ഇത്രയൊക്കെയാണ്. ഒരുപാട് ജ്വല്ലറി ഇട്ട് മറ്റേ ഫാഷൻ ഷോക്ക് പോകുന്ന പോലെയൊന്നുമല്ല, നല്ല രീതിയിൽ അവർ
അവർ ഷോക്കേസ് ചെയ്യുക. നെക്സ്റ്റ് പേഴ്സണൽ ഹൈജീന്, നല്ല വൃത്തി വേണം. ഗസ്റ്റിന് ഇയാളുടെ അല്ലെങ്കിൽ ഈ ഫ്രണ്ട് ഓഫീസ് മാനേജറെ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫിനെ കാണുമ്പോൾ തന്നെ ഇംപ്രസ്ഡ് ആവണം. അവർ തന്നെ നല്ല വൃത്തിക്കും മെനക്കും നിൽക്കണം. നെക്സ്റ്റ് സെൽഫ് കോൺഫിഡൻസ്. ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് വരുന്ന ഗസ്റ്റ്, അതുപോലെ ഡിഫറെൻറ്റ് കൾച്ചറും സ്റ്റാറ്റസും ഒക്കെ ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ അവർ ഡീൽ ചെയ്യാനുള്ള സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ, എല്ലാ ലാംഗ്വേജും സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. ഗസ്റ്റ് വരുമ്പോൾ അതിനനുസരിച്ച് സ്പാനിഷ്, ഫ്രഞ്ച്, ചൈനീസ്, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ ലാംഗ്വേജ് ഡീൽ ചെയ്യാൻ പറ്റണം. അതുപോലെ അത്രയൊക്കെയാണ് ഇതിൽ പറയുന്നത്. നല്ല മാനേഴ്സ് ആയിരിക്കണം, നന്നായിട്ട് ചിരിക്കണം, പുഞ്ചിരിക്കണം, ഇങ്ങനെ ദേഷ്യത്തിലൊന്നും നിൽക്കാൻ പാടില്ല, ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ്. നെക്സ്റ്റ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് മാനേജർ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജർക്ക് ഉണ്ടാകുന്ന ഡ്യൂട്ടികൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്തൊക്കെയാണ്? പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സെലക്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ് പേഴ്സണൽ. ഇതുപോലെ ഇനി ഹോട്ടലിലേക്ക് ഫ്രണ്ട് ഓഫീസിൽ അല്ലെങ്കിൽ മറ്റു സ്റ്റാഫിനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ പുതിയ ആളുകൾക്ക് ഫ്രണ്ട് ഓഫീസ് പേഴ്സണൽസ് ട്രെയിനിങ് ഒക്കെ കൊടുക്കണം. അതുപോലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. അവരെപ്പോൾ എണീക്കണം, എപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആ ഹോട്ടലിലെ കംപ്ലീറ്റ് സ്റ്റാഫിന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. പിന്നെ സൂപ്പർവൈസേഴ്സ് വർക്ക് ലോഡ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ്. അതായത് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. നൈറ്റ് ഷിഫ്റ്റും മോർണിംഗ് ഷിഫ്റ്റൊക്കെ, ഡേ ഷിഫ്റ്റൊക്കെ ആയിട്ട് ഓരോരുത്തർക്ക് വർക്ക് ലോഡ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓഫീസ് എംപ്ലോയീൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മാസ്റ്റർ കീ കൺട്രോൾ ചെയ്യുക. റൂമൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ഗസ്റ്റുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിസോൾവ് ചെയ്യുക. അതുപോലെ ഒരു ഹോട്ടലിന് അനുവദിച്ച ബജറ്റ് ഉണ്ടാവും, ആ ഹോട്ടലിൻ്റെ ഓണർ. അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ ഒരു ബജറ്റിൻ്റെ ലിമിറ്റിൽ വെച്ചാണ് ഹോട്ടൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതുപോലെ ഹോട്ടലിലെ ബാങ്ക് ഡെപ്പോസിറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ക്യാഷ്യറെ പോലെ എത്ര വന്നു, എത്ര പോയി, ഓരോ ഡേയിലും കയറുന്ന പൈസ, ഇതൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ ഡ്യൂട്ടീസ്.